വളരെ കാലത്തെ ആഗ്രഹം കൊണ്ട് കിട്ടുന്ന പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ച് ഒരു പുതിയ ടൂ വീലർ വാങ്ങി ജസ്റ്റ് ഒന്ന് നിരത്തിലിറക്കി അതൊന്ന് ഓടിച്ച് തുടങ്ങുമ്പോഴേക്കായിരിക്കും വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ വാഹനത്തിന് വട്ടം ചാടി നമ്മൾ മറിഞ്ഞു വീഴുന്നു, വാഹനത്തിൻ്റെ ഫ്രണ്ട് കവറും സൈഡ് കവറൊക്കെ നിറയെ സ്ക്രാച്ച് വീഴുന്നു അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു. ഏതായാലും പുതിയ വാഹനമല്ലേ, ഫുൾ കവറേജ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, ക്ലെയിം ചെയ്ത് കളയാം എന്ന് കരുതി നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോഴാണ് അവർ പറയുക ക്ലെയിമൊക്കെ ചെയ്യാം, പക്ഷേ 50% കിട്ടുള്ളൂ, പ്ലാസ്റ്റിക് പാർട്സാണ് ഇതൊക്കെയെന്ന്. ഇത്തരമൊരു അനുഭവം നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ പുതിയ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് സീറോ ഡിപ്രീസിയേഷൻ എന്നൊരു ആഡ് ഓൺ കൂടി ചേർത്തിരുന്നുവെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. നമുക്ക് മുഴുവൻ തുകയും ക്ലെയിം ചെയ്ത് തിരികെ എടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഷോറൂമിൽ നിന്ന് നമ്മൾ ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് അവർ തരുന്ന ഇൻഷുറൻസിൽ ഭൂരിഭാഗം ഷോറൂമുകാരും ഇത്തരത്തിലുള്ള ആഡ് ഓൺ ഒന്നും എടുത്തു തരാറില്ല. എന്നാലോ വാഹന രജിസ്ട്രേഷന് ഷോറൂമുകാർ എടുത്തു തരുന്ന ഇൻഷുറൻസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളായിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് ആയാലും മതി. ഇത് ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. ഇത്തരത്തിലുള്ള ആഡ് ഓൺസ് ഒക്കെ ചേർത്തുകൊണ്ട് 85% വരെ തുകയൊക്കെ സേവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ടൂ വീലറിൻ്റെ ഇൻഷുറൻസ് ഓൺലൈനിലൂടെ എടുക്കാനും പുതുക്കാനുമൊക്കെ കഴിയും. അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എന്ന ആഡ് ഓൺ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പിസ്റ്റണോ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റോ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനാവുന്ന തുക നമുക്ക് തിരികെ കിട്ടുന്ന എൻജിൻ പ്രൊട്ടക്ഷൻ കവർ. ഇനി മറ്റൊന്ന്, നമ്മുടെ വാഹനം നമുക്ക് പരിചിതമല്ലാത്ത ഒരു റോട്ടിൽ അത് ബ്രേക്ക് ഡൗൺ ആകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ കുടുങ്ങിപ്പോയാൽ നമുക്ക് 24 മണിക്കൂറും സപ്പോർട്ട് തരുന്ന റോഡ് സൈഡ് അസിസ്റ്റൻസ്. നമ്മുടെ വാഹനം മോഷണം പോയി കഴിഞ്ഞാൽ അത് ടോട്ടൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനം എടുത്ത അതേ ഇൻവോയ്സിൻ്റെ പ്രൈസ് തന്നെ നമുക്ക് വരുന്ന ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ കവർ. ഇത്തരത്തിലുള്ള നിരവധി ആഡ് ഓണുകൾ നമുക്ക് ഓൺലൈനിൽ ഒരു ടൂ വീലറിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കൂട്ടിച്ചേർക്കാനാവും. ഇത്തരത്തിലുള്ള ആഡ് ഓണുകളൊക്കെ കൂട്ടിച്ചേർക്കാൻ വളരെ നിസ്സാര തുക മാത്രമേ നമുക്ക് ചിലവാകുകയുള്ളൂ. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പുതിയതായിട്ട് വാങ്ങാൻ പോകുന്ന ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബൈയിങ് എ ന്യൂ ബൈക്ക് എന്നത് സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ RTO ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിൻ്റെ ആ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യുക, പിന്നെ മോഡൽ സെലക്ട് ചെയ്യുക. ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി പ്ലാനുകൾ ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇതിനോടൊപ്പം നമുക്ക് ഇടത് സൈഡിലായിട്ട് നിരവധി ആഡ് ഓണുകൾ കാണാം. അപ്പോൾ ആ ആഡ് ഓണുകളിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിനോടൊപ്പം ഇതുപോലെ സിമ്പിളായിട്ട് ആഡ് ചെയ്ത് ചേർക്കാം. അതിനുശേഷം കാണുന്ന ഫോമിൽ നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളൊക്കെ കൊടുത്തിട്ട് പേയ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഷുറൻസ് റെഡി ആക്കി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുതുക്കാനാണെങ്കിൽ ഇതിലും സിമ്പിളാണ്. ജസ്റ്റ് വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫെച്ച് ചെയ്ത് വരും. അടുത്ത സ്റ്റെപ്പിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഫുൾ കവറേജ് ആണോ വേണ്ടത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി മാത്രമാണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും കൂടുതൽ ഫുൾ കവറേജ് ആണല്ലോ എടുക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ അവിടെ പല ബ്രാൻഡുകളുടെയും പല ഇൻഷുറൻസ് കമ്പനികളുടെയും ആ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. എത്ര രൂപയാണ് നിങ്ങളുടെ ആ ഒരു വാഹനത്തിന് കോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം. ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിനോടൊപ്പം ആഡ് ഓൺസ് ഒക്കെ ആവശ്യമെങ്കിൽ അതും ആഡ് ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഇനിയിപ്പോൾ എക്സ്പയർ ആയില്ലെങ്കിൽ കൂടി ഈ ഒരു ലിങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുതുക്കാം. അപ്പോൾ പുതുക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് എന്നാണോ കഴിയുന്നത് അന്ന് മുതലായിരിക്കും ഈ ഒരു പുതിയ ഇൻഷുറൻസിന് വാലിഡിറ്റി ആരംഭിക്കുക. അതായത് നമ്മുടെ ക്യാഷ് അവിടെ വേസ്റ്റ് ആവുന്നില്ല എന്ന് സാരം. ഇപ്പോൾ നിങ്ങൾ പലർക്കും സംശയം ഉണ്ടാവും, ഇതൊക്കെ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണെന്ന്. ഒരു സംശയവും വേണ്ട, ഒരു ഭയവും വേണ്ട. അതായത് നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിലെയും പ്രൈവറ്റ് സെക്ടറിലെയും 21 പരം ഇൻഷുറൻസ് കമ്പനികളുടെയും ഇൻഷുറൻസ് നമുക്ക് ഇത്തരത്തിൽ നല്ലൊരു ലാഭത്തിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ആഡ് ഓണുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എടുക്കാനും നിലവിലുള്ളത് പുതുക്കാനും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ആ ഒരു പോളിസിയും അവരുടെ സർവീസിലും ഒന്നും താല്പര്യമില്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാനൊക്കെ ആ ഒരു ലിങ്കിൽ കൂടി സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, ഭാവിയിൽ നിങ്ങൾക്കിത് ആവശ്യം വരും.